സിക്സ്ത് സെമ്മിന്റെ 3ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് ഇന്ന്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1 യൂണിറ്റ് 1 പാർട്ട് 3 ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയ അടുത്ത ടോപ്പിക് നാഷണൽ ഹെൽത്ത് പോളിസിയാണ് ഇനി പഠിക്കാനുള്ളത്. നാഷണൽ ഹെൽത്ത് പോളിസി മാത്രമല്ല, നാഷണൽ ഹെൽത്ത് പോളിസി പിന്നെ കുറച്ച് ലീഗൽ ആക്ടുകൾ, കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ടുകൾ, പിന്നെ കുറച്ച് വെൽഫെയർ പ്രോഗ്രാംസ്, പിന്നെ കുറച്ച് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോർഷനകത്ത് പഠിക്കാനുള്ളത്. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നാഷണൽ ഹെൽത്ത് പോളിസി വളരെ ഷോർട്ടായിട്ട് നമുക്ക് 5 മാർക്കിന് കണക്കാക്കി മാത്രം പഠിച്ചാൽ മതി. എന്നാൽ പോലും വെൽഫെയർ പ്രോഗ്രാംസും ഈ ലീഗൽ ആക്ടുകളും ഒക്കെ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കണം. കാരണം ചിലപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീനോ അല്ലെങ്കിൽ ടോട്ടലി എല്ലാം കൂടെ ചേർത്തിട്ട് 10-15 മാർക്കിനുള്ള എസ്സേ ആയിട്ടോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇച്ചിരി ലെങ്തിയാണ്, എന്നാലും ഒന്ന് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. യു മേ ഗെറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ടോപ്പിക്. റിംപിൾ ശർമ്മ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ നല്ല ഒരു എക്സ്പ്ലനേഷനുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആസ് പെർ യുവർ സിലബസ് ഡീറ്റെയിൽ കണ്ടന്റ് ഉള്ള ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വാങ്ങണമെങ്കിൽ റിംപിൾ ശർമ്മ സാറിന്റെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. പ്രോഡക്റ്റിന്റെ ലിങ്കുകളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്ക് അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ പോളിസി. ഓക്കെ, എന്താണ് നാഷണൽ പോളിസി അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് പോളിസി ഫോർ ചൈൽഡ് ഹെൽത്ത്? ആദ്യം എന്താ നോക്കാം. അപ്പം ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നാഷണൽ പോളിസി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ചിൽഡ്രൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു സമ്പത്താണ് അല്ലേ. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജനത തന്നെയാണ്, പോപ്പുലേഷൻ തന്നെയാണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആരാണ്? നമ്മുടെ കുട്ടികളാണ്. കുഞ്ഞിനത് ഉണ്ടായത് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നത്, ആ കുഞ്ഞിന് ഒരു മരണം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഹാം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഹാം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായത്. അപ്പോൾ അവിടെ ആരും കുറ്റക്കാരാണ്? ആ കെയർ ടേക്കറും അല്ലെങ്കിൽ ആ പാരന്റും ആ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെല്ലാം അത് ഉപദ്രവിച്ച ആളും ഒപ്പം നമ്മൾ സംരക്ഷിക്കേണ്ട ആൾക്കാരെ സംരക്ഷിച്ചില്ല എന്നുള്ളതും എന്താണ് അവിടെ കുറ്റകരമായിട്ട് മാറുന്നു. സോ ചൈൽഡ് അബ്യൂസ് ആൻഡ് നെഗ്ലക്റ്റ് ആയി കണക്കാക്കുന്നു. നെക്സ്റ്റ്, ഇത് കൂടാതെ 3rd പോയിന്റ്, സെക്ഷൽ അബ്യൂസ് മീൻസ് എംപ്ലോയ്മെന്റ്, യൂസ്, പെർsuasion, ഇൻഡ്യൂസ്മെന്റ്, enticement, coercion of any child to engage in or assist any other person to engage in any sexually explicit conduct. അത് ഏതെങ്കിലും തരത്തിലുള്ള കുട്ടികളെ ശാരീരികമായിട്ടുള്ള ഉപദ്രവം. അപ്പോൾ ഇതെല്ലാം എന്തായി കണക്കാക്കുന്നു? സെക്ഷൽ അബ്യൂസായി കണക്കാക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ നമുക്ക് നിയമങ്ങൾ നമ്മുടെ ചിൽഡ്രൻ പ്രൊട്ടക്ഷന് വേണ്ടി മെയിനായിട്ട് പഠിക്കേണ്ടത്. നമ്മൾ 10 ആക്ടുകൾ പറഞ്ഞു, പക്ഷെ ഇതിൽ ഈ 6 ആക്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് എന്തെങ്കിലും പോയിന്റുകൾ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട്. ബാക്കി അങ്ങനെ ഇതിലൊന്നും ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇത്രയും ആക്ട്, ഈ 6 കൃത്യമായിട്ട് പഠിക്കുക.